പാലക്കാട് മലമ്പുഴ ഡാമിലെ ഷട്ടറുകൾ ഡാം തുറന്നിരുന്നു. കനത്ത മഴയിലാണ് ജലനിരപ്പ് ഉയർന്നതിനാൽ 4 ഷട്ടറുകൾ തുറന്നത്. നദീതീരങ്ങളുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ശ്രീകുമാർ വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നു. നദീതീരങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പാക്ട് ഇതിനോടകം ഉണ്ടാക്കുന്നുണ്ടോ? ഇപ്പോൾ നിലവിൽ മഴയുടെ അവസ്ഥ എങ്ങനെയാണ് രാവിലെ മുതൽ കാര്യമായ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരം. അതുകൊണ്ട് തന്നെ നദികളിലെ ജലനിരപ്പ് ക്രമാനുഗതമായി ഉയരുന്നുണ്ടെങ്കിലും അത് ഒരു അപകടകരമായ രീതിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. നിലവിൽ 111.24 ആ ഒരു അളവിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ മലമ്പുഴ ഡാമിലെ ഒരു ജലനിരപ്പ് ഉണ്ടായിരുന്നത്. അത് 115.6 ഏറ്റവും കൂടുതൽ ജലനിരപ്പ്, അതായത് പരമാവധി സംഭരണ ശേഷി അത്രയാണ്. അതിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഡാമിലെ ജലം ക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഇത്തരത്തിൽ 4 ഷട്ടറുകൾ ഉയർത്തി വെറും 5 സെന്റിമീറ്റർ വീതം മാത്രമാണ് ഉയർത്തിയിട്ടുള്ളത് ജലം പുറത്തേക്ക് ഒഴുക്കുന്നത്. എന്തായാലും മുക്കേപ്പുഴ, നിലമ്പതി അടക്കമുള്ള മേഖലകളിലേക്ക് വെള്ളം വന്നെങ്കിലും കാര്യമായ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ വെള്ളം ജനവാസ മേഖലകളിലേക്കൊന്നും കയറുന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഭാരതപ്പുഴയിലും ഗായത്രിപ്പുഴയിലും ഒക്കെ ഇപ്പോഴും ശക്തമായ നീരൊഴുക്ക് നിലവിലുണ്ട്. അത് കഴിഞ്ഞ ദിവസത്തേതിനെ അപേക്ഷിച്ച് മലമ്പുഴ ഡാം തുറന്നതോടുകൂടി കുറച്ച് ചെറിയ വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും കാര്യമായ രീതിയിൽ ഒരു പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല. പക്ഷേ വൈകുന്നേരത്തോടുകൂടി സംഗതികൾ കുറച്ചുകൂടി മാറുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് നഗരത്തിലും മലമ്പുഴയിലും അതുപോലെ തന്നെ പല മേഖലകളിലും മലയോര മേഖലകളിലടക്കം കനത്ത മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലോ വളരെ കൂടുതലായിരിക്കും ഡാമിലേക്ക് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നാളെ വീണ്ടും കുറച്ചുകൂടി സെന്റിമീറ്റർ ഉയർത്തേണ്ടി വരും ഈ ഷട്ടറുകളെന്നും പറയപ്പെടുന്നു. എന്തായാലും രാത്രി മഴയില്ലാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡാമിലെ ഷട്ടറുകൾ ഉയർത്തേണ്ടി വരുമെന്ന് അറിയിക്കുന്നുണ്ട്. കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഇല്ല, മറ്റു കുഴപ്പങ്ങളില്ല. കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായ രീതിയിൽ പല മേഖലകളിൽ നിന്നും വെള്ളം പതിയെ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, പക്ഷേ ജാഗ്രത വേണം. ഇന്ന് രാത്രി കുറച്ചുകൂടി മഴ പെയ്യട്ടെ, പക്ഷേ അത് ഒരു ഭീകര മഴയാവാതിരുന്നാൽ ആശങ്കപ്പെട്ട സാഹചര്യമില്ല എന്നാണ് ശ്രീ തോന്നുന്നത്.